അസ്സലാമു അലൈക്കും. ഞാൻ സീതാർവലി സോണിലെ അയൽക്കോട്ടം 8-ലെ ഫൗസിയ ഹാഫിസാണ്. എനിക്ക് കിട്ടിയ വിഷയം ജീവിത പാഠങ്ങളാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന ഇതിന്റെ ആഴത്തിലുള്ള വിശദീകരണം പറയാം. മനുഷ്യ ജീവിതം പരീക്ഷണങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മളെ നയിക്കുന്ന 4 മഹത്തായ ഗുണങ്ങളാണ് ഉള്ളത്. 1 സഹനം, സബർ. 2 സമർപ്പണം, തവക്കൽ. 3 വിനയം, ആത്മശക്തി. 4 വിശ്വാസികളുടെ പ്രചോദനമൂർത്തിത്വം. സഹനം, സബർ എന്നത് വെറും ഒരു കഷ്ടം സഹിക്കലല്ല, അതിൽ വിശ്വാസത്തോടെ സഹിക്കുക എന്ന ആത്മീയ ശക്തിയാണ് അടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിൽ നഷ്ടങ്ങൾ, രോഗങ്ങൾ, അവഗണന, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ വന്നാലും ഇത് ഒരു പരീക്ഷണമാണ് എന്ന മനോഭാവത്തോടെ നിലകൊള്ളുക എന്നതാണ് യഥാർത്ഥത്തിൽ സബർ എന്ന് പറയുന്നത്. അതായത് അയ്യൂബ് നബിയുടെ ജീവിതം സഹനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദീർഘകാല രോഗവും ഏറെ നഷ്ടങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ഒരിക്കൽ പോലും വിശ്വാസം വിട്ടിട്ടില്ല. ഇതിലെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് ദുഃഖം ഒരിക്കലും നിത്യമായതല്ല. സഹനത്തിന് ശേഷം ഒരു ആശ്വാസം ഉറപ്പാണ്. രണ്ടാമത്തത് സമർപ്പണം, തവക്കൽ. തവക്കൽ എന്ന് പറഞ്ഞാൽ ശ്രമം ഉപേക്ഷിക്കലല്ല, ശ്രമം നമ്മുടേത്, ഫലം അള്ളാഹുവിന്റെ വിധി. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ സമയത്ത് എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത ശേഷമാണ് അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിച്ചത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം പരിശ്രമിക്കുക, പിന്നെ സമർപ്പിക്കുക എന്ന് വെച്ചാൽ എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് മനസ്സിലാക്കിയാൽ ഭയം കുറയും, സമാധാനം വർദ്ധിക്കും. മൂന്നാമത്തെ വിഷയം വിനയം, ആത്മശക്തി. വിജയം കിട്ടുമ്പോൾ അഹങ്കാരം വരാതിരിക്കുക, അതാണ് വിനയം. പരാജയം വന്നാൽ തളരാതിരിക്കുക, അതാണ് ആത്മശക്തി. വിനയം മനുഷ്യനെ ഉയർത്തും, അഹങ്കാരം മനുഷ്യനെ തകർക്കും. ആത്മവിശ്വാസം വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത്. ഇതിന്റെ പാഠം ഉള്ളിലെ ഈമാന്റെ ശക്തിയാണ് യഥാർത്ഥ ശക്തി. നാലാമത്തത് വിശ്വാസികളുടെ പ്രചോദനമുക്തിത്വം. ചരിത്രത്തിലെ വിശ്വാസികൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. മഹത്വം നേടിയത് അവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരീക്ഷണങ്ങൾ ഇല്ലാതെ ഉയർച്ചയില്ല എന്നാണ്. ഇതിന്റെ പാഠം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം മറ്റൊരാൾക്ക് പ്രചോദനമാകണം എന്നതാണ്. ഇതൊന്ന് ചുരുക്കി പറഞ്ഞാൽ സഹനം നമ്മെ നിലനിർത്തുന്നു, സമർപ്പണം നമ്മെ സമാധാനത്തിലാക്കുന്നു, വിനയം നമ്മെ ഉയർത്തുന്നു, വിശ്വാസികളുടെ മാതൃക നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഇവയെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിച്ചാൽ ജീവിതം ഒരു പരീക്ഷണമല്ല, ഒരു ആത്മീയ വിജയയാത്രയായിരിക്കും. പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അള്ളാഹുവിന്റെ ശക്തി മനസ്സിലാക്കുകയും ജീവിതത്തിലെ പരീക്ഷണങ്ങളെ സഹനത്തോടും വിശ്വാസത്തോടും കൂടി നേരിടുകയും ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസി പൂർണ്ണനാകുന്നത്. ഇതുപോലെ സഹനത്തോടും വിനയത്തോടും തവക്കലോടും ജീവിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മാഷാ അല്ലാഹ്, വളരെ ഭംഗിയായിട്ട് തന്നെ ജീവിത പാഠങ്ങൾ, മറിയം ബീവിയുടെ ജീവിത പാഠങ്ങളാണെങ്കിൽ നമ്മളിലൂടെ അതും നമ്മളും ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഫൗസിയ ഹാഫിസ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഇതുപോലെയുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം നന്ദി ഫൗസിയ. അടുത്തതായി നമുക്കിവിടെ ഇത്രയും നേരം ലഘുപ്രഭാഷണവും ഈ പാട്ടും എല്ലാം അവതരിപ്പിച്ച എല്ലാത്തിനും കൂടിയുള്ള ഒരു അവലോകനത്തിനായി നമ്മുടെ ഇവിടെ നമുക്കൊരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഖദീജ, അവര് കായത്ത് വനിതാ ഹൽക്കയിലെ പിന്നെ നാദിമത്താണ്, അതുപോലെ ഗ്രേറ്റ് ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപികയും കൂടിയാണ്. അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഇത്ര നേരം ഈ പറഞ്ഞതിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ അറിയാനും നമുക്ക് എന്തെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും അവർ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മറിയം ബീവിയുടെ ജീവിതത്തിലെ ജനനം മുതൽ ജീവിത പാഠങ്ങൾ വരെ, അങ്ങനെ ഒരു വിഷയത്തിലാണ് നിങ്ങളെല്ലാവരും ഇവിടെ സംസാരിച്ചത്. വളരെ നല്ലൊരു പരിപാടിയാണ്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ
സ്ത്രീകൾ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വ്യക്തിത്വമാണ്. കേൾക്കുന്നില്ലേ? നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മറിയം ബീവിയുടേത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഞാൻ പ്രിപ്പയർ ചെയ്തതിനേക്കാൾ കൂടുതൽ എന്ന് പറയാം, അങ്ങനെ ഒരു രീതിയിൽ തന്നെ ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് പറയുക എന്നതിന് ഉപരി അതിനെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് മാറ്റുക എന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, സൂറത്ത് ആല ഇമ്രാൻ, ആ പേര് തന്നെ, സൂറത്ത് ആല ഇമ്രാനിന്റെ പേര് തന്നെ ഇമ്രാന്റെ കുടുംബം, മറിയം ബീവിയുടെ ചരിത്രം പറയുന്നത് ആദ്യം പറയുന്നത് അവിടെയാണ്. അപ്പോ ആലു ഇമ്രാൻ, ഇമ്രാൻ എന്നാണ് ഉപ്പാന്റെ പേര്, ഹന്ന ബീവി എന്നാണ് ഉമ്മയുടെ പേര്. അപ്പോ ആ കുടുംബത്തെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയുടെ ജനനം തന്നെ ഒരു അത്ഭുതമാണ്. കാരണം മറിയം ബീവിയുടെ ഉമ്മ ആദ്യമേ നേർച്ച ചെയ്ത കുട്ടി ഒരു ആൺകുട്ടിയാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നേർച്ച ചെയ്യുന്നത്. പക്ഷെ കിട്ടുന്നത് ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയാണ് തന്റെ സഹോദരൻ, അതായത് മറിയം ബീവിയുടെ അമ്മാവനായ സക്കരിയ അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബൈത്തുൽ മുഖദ്ദസിലാണ് മറിയം ബീവി വളരുന്നത്. അതായത് ഒരു പള്ളിയുടെ ഇതില്, പിന്നെ അതിന്റെ ചുറ്റുപാടുകളിൽ എല്ലാ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് വളർന്ന, അല്ലെങ്കിൽ അത് ശീലിച്ചുകൊണ്ട് വളർന്ന ഒരു സ്ത്രീയായിരുന്നു മറിയം ബീവി. അത് മാത്രമല്ല, ജീവിതത്തില് ആത്മീയതയുടെ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ആത്മാവും ഭൗതികതയും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആത്മീയതയുടെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു മറിയം ബീവിയുടേത്. അതേപോലെ ഈ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാണ്, പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ മറിയം ബീവിയുടെ ഉമ്മ പറഞ്ഞത്, എന്നെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത് നിനക്കാണ്. അപ്പോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെയാണ് പള്ളിയിലേക്ക് ഇതിനു വേണ്ടി അയക്കുന്നത്. അത്ഭുതകരമായ പരിപാലനമാണ് അവിടെ മറിയം ബീവിക്ക് ലഭിക്കുന്നത്. പിന്നെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പഴങ്ങളും ഫലങ്ങളും മറ്റു ഭക്ഷണങ്ങളൊക്കെ ലഭിക്കുക, അത് ഭക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു ശുദ്ധിയോടുകൂടി ജീവിക്കുക. മറിയം ബീവി ഇവിടെ മറ്റൊരു പ്രത്യേകത ആണ് പറയുന്നത്, ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സ്ത്രീരത്നം എന്ന് പറയുന്നത് മറിയം ബീവിയാണ്. ബാക്കി എല്ലാവരെയും ഇമ്രഅത്ത് ഫിറഔൻ, ആസിയ ബീവിയെ പറഞ്ഞിരിക്കുന്നത് ഇമ്രഅത്ത് ഫിറഔൻ എന്നാണ്, അല്ലാതെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ മറിയം ബീവി മാത്രമായിട്ട് പേരെടുത്ത് പറയുകയും നേരത്തെ പറഞ്ഞത് പ്രതിപാദിച്ചതുപോലെ ഒരു സൂറത്ത് തന്നെ അവരുടെ പേരിൽ ഇറക്കുകയും ചെയ്തു. അപ്പോ അതിൽ നിന്ന് മനസ്സിലാവുന്ന പരിശുദ്ധയാക്കിയിരിക്കുന്നു എന്ന് അത് അള്ളാഹുവിന്റെ പ്രവചനമാണ്. അപ്പോ പിന്നീട് പറയാനുള്ളത് ഈസാ നബിയുടെ ജനനമാണ്. ഈസാ നബിയുടെ ജനനവും മറ്റൊരു വലിയൊരു അത്ഭുതമാണ്. ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നത്. അതുപോലെ പിതാവില്ലാതെയും സൃഷ്ടിക്കാം, അള്ളാഹു അത്രയേറെ കഴിവുള്ളവനാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മറിയം ബീവിക്ക് ഭർത്താവ് എന്ന ഒരു സ്ഥാനമില്ലാതെ തന്നെ ഒരു കുഞ്ഞിനെ നൽകുക എന്നതിലൂടെ അള്ളാഹു കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഈസാ നബിയുടെ ജനനവും, ഈസാ നബി ജനിക്കുന്ന സമയത്ത് സ്വാഭാവികമായും പിതാവില്ലാതെ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ഒരു സമൂഹത്തിനുണ്ടാവുന്ന സകല എതിർപ്പുകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടും ക്ഷമയോടുകൂടി അതിനോടൊന്നും പ്രതികരിക്കാതെ, നമ്മൾ ഒന്നുകൂടി ആണയിട്ട് പറയാണ്, പ്രതികരിക്കാതെ ക്ഷമ കൈവരിക്കുക എന്ന് പറയുന്നത് ക്ഷമയും സഹനവും രണ്ടും രണ്ടാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷമ എന്ന് പറയുന്നത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു ക്ഷമാക്കളുടെ കൂടെയാണ്. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന സബ്റ ഇൻദ സദമത്തിലൂല, ക്ഷമ നമ്മൾ കാണിക്കേണ്ടത് അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലാണ്. നമ്മളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും നമുക്കുണ്ടാവും, സംസാരിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും, നമ്മളെ എതിർക്കപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവിടെ മിണ്ടാതെ അത് ക്ഷമിച്ചുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ, അതിന്റെ ഏറ്റവും ഒന്നാമത്തെ ഘട്ടത്തിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നേറിയ സ്ത്രീരത്നമാണ് മറിയം ബീവി. അപ്പോ ക്ഷമയുടെ പര്യായമാണ് അവര്. അങ്ങനെ ആ ഒരു ഈസാ നബിയുടെ ജനന കാലഘട്ടം, ജനിച്ചു കഴിഞ്ഞിട്ട് കുട്ടിയെ ഇങ്ങനെ കുട്ടിയുടെ പിതാവിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോ തൊട്ടിലേക്ക് ചൂണ്ടാണ് ചെയ്തത്, സംസാരിക്കുന്നില്ല, തൊട്ടിൽ
തൊട്ടിലേക്ക് കൈ ചൂണ്ടി. അവിടെ നിന്നാണ് പറയുന്നത്, കുട്ടിയാണ് സംസാരിക്കുന്നത്. ഈസാ നബിയുടെ മൗഇദത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ കാര്യം ചെറിയ കുട്ടിയായിരിക്കെ സംസാരിച്ചു എന്നതാണെന്നും പറഞ്ഞു. അങ്ങനെ സഹനത്തോടെയുള്ള വളർച്ച, അത് അപ്പോ ഈസാ നബിയുടെ ജനന സമയത്ത് മറിയം ബീവി തികച്ചും ഏകയായിട്ടാണ് ജീവിച്ചത്, ഒറ്റയ്ക്ക്. അപ്പോ ആ ഒറ്റയ്ക്ക് ആ ഉള്ള ജീവിതം ആ സ്ത്രീരത്നത്തെ എത്രത്തോളം ആത്മീയമായി വളർച്ചയിലേക്ക് നയിച്ചു എന്നതാണ് പിന്നീടുള്ള ജീവിതം പറയുന്നത്. പിന്നെ അടുത്തത് അവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ട പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ. ഒന്നാമതായി പറയുന്നത് ഖുർആൻ തന്നെ മറിയം ബീവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ത്വഹാറ, അതായത് പരിശുദ്ധയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ചിന്തയിലും പ്രവൃത്തിയിലും ഒരുപോലെ അതീവ പരിശുദ്ധയായിരുന്നു മറിയം ബീവി. വിശ്വാസം, ഈമാന്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ജനിച്ച് വളർത്താൻ വേണ്ടി ഏൽപ്പിച്ചു. അവിടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം തൊട്ടിട്ട് മുഴുവൻ ദൈവസ്മരണയിൽ മുഴുകിക്കൊണ്ട് ജീവിച്ച ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഏത് അവസ്ഥയിലും, പിതാവില്ലാതെ ഒരു കുട്ടിയെ ജനിപ്പിക്കപ്പെടണം എന്ന് അറിഞ്ഞ അവസ്ഥയിലും ആദ്യം ഒന്ന് പരിഭ്രമിച്ചുവെങ്കിലും ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന ഒരു അചഞ്ചലമായ വിശ്വാസമാണ് പിന്നീട് മുന്നോട്ട് നയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച ക്ഷമ, ജനങ്ങളുടെ പരിഹാസങ്ങളെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പുഞ്ചിരിയോടെ നേരിട്ട ക്ഷമയോടെ പര്യായമാണ്. അതും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങേണ്ട ഒരു വലിയൊരു ഗുണമാണ്. മൗനം, നേരത്തെ പറഞ്ഞു, മൗനം അവലംബിക്കുകയാണ് ചെയ്തത്, സംസാരിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പല സംസാരിക്കേണ്ട ഇടങ്ങളിലും മൗനം അവലംബിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, മറിയം ബീവിയുടെ ജീവിതത്തിലെ മുഴുവൻ എല്ലാ സന്ദർഭങ്ങളും വിജയം, ആ ഒരു ജീവിതത്തിന് വിജയത്തിന് ആധാരമായ എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു ചരിത്രമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സന്തോഷങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ടാവും. അങ്ങനെ ആ എല്ലാ നിലകളിലും സംയമനം പാലിച്ചുകൊണ്ട് സന്തോഷത്തെ ആണെങ്കിലും സങ്കടങ്ങളെ ആണെങ്കിലും ക്ഷമയോടുകൂടി സംയമനത്തോടുകൂടി അതിനെ ഏറ്റവും നല്ല രീതിയിൽ നേരിട്ട ഒരു വനിതാരത്നമാണ് മറിയം ബീവി. ആ ഒരു പാഠം നമ്മളിലേക്ക് കൂടി ഉൾക്കൊള്ളാൻ ഈ അവതരണത്തിലൂടെ, ഇത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്കും കഴിയണം, എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിലൂടെ ജീവിത വിജയം കൈവരിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു റമദാൻ മാസമാണ്. അപ്പൊ ഇതിനുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹുദൈബിയ സന്ധി എന്ന ചരിത്രത്തെ കുറിച്ചിട്ടാണ്. അതിൽ പറയുന്നത് തന്നെ ഹുദൈബിയ സന്ധി, ക്ഷമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. അല്ലെങ്കിൽ പ്രവാചകൻ അവിടെ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നൊരു സന്ധി നിലവിൽ വന്നപ്പോൾ, ഖുറൈശികളുമായിട്ട് മുശ്രിക്കുകളുമായി നിലവിൽ വന്നപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ എതിർത്തിരുന്നു. കാരണം തികച്ചും ഇത് മുസ്ലിങ്ങൾക്കെതിരായ ഒരു സന്ദർഭമായിരുന്നു അത്. കാരണം അതിലെ സന്ധികളെല്ലാം, അതിലെ കരാറുകളെല്ലാം മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. പക്ഷേ പ്രവാചകൻ അവിടെ സംയമനം പാലിക്കുകയാണ് ചെയ്തത്. തൊട്ട് 2 വർഷം കഴിയുമ്പോഴേക്കും മക്കം ഫത്തഹിലേക്ക് കാര്യങ്ങൾ വഴിമാറി. അപ്പോ ഈ ചരിത്രങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമയോടുകൂടി ജീവിതത്തെ കാണുക, അത് തീർച്ചയായും വിജയത്തിലേക്കുള്ള വഴിയാണ്. ഒന്നും കൂടി ആണയിട്ട് പറയുകയാണ്, ഇന്നല്ലാഹു മഅ സ്വാബിരീൻ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ അവതരിപ്പിച്ച എല്ലാ ആളുകൾക്കും കൂടുതൽ അറിവ് നേടുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയധികം നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളും അറിയിച്ചു തന്ന നമ്മുടെ ഖദീജ ബിബി, അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരുപാട് ക്ഷമ വേണ്ട മാസമാണ് റമദാൻ മാസം. അതിനെക്കുറിച്ച് കൂടുതൽ ഊന്നി പറഞ്ഞു തന്ന ഖദീജ, മാഷാ അല്ലാഹ്, പിന്നെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായി ഞാൻ വായിച്ച പുസ്തകത്തിന്റെ അനുഭവം, അത് ഏത് പുസ്തകമാവട്ടെ, നിങ്ങൾ വായിച്ച ഒരു അനുഭവമാണ് ഇവിടെ പറയേണ്ടത്. അതിനായി അയൽക്കൂട്ടമട്ടിലെ ഷഹീറ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഷഹീറ ഇല്ലേ? ഷമീറയാണ് റുക്സാൻസ. സോറി, ഷമീറ.
കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറ. അസ്സലാമലൈക്കും. ഞാൻ അൽക്കൂട്ടം മറ്റിലെ ഷമീറ. ഞാൻ വായിച്ച പുസ്തകം എന്നതിനെ കുറിച്ചാണ്. അതിൽ ഹൃദയത്തിന്റെ വിമലീകരണം എന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏതായാലും ഈ റമദാനോടനുബന്ധിച്ച് നിങ്ങൾ എല്ലാവരും പറഞ്ഞ പ്രവാചകൻ ഈസാ നബിയുടെ മാതാവ് മറിയത്തെ കുറിച്ചുള്ള കുറെ അറിവുകൾ കേൾക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അതായത് മറിയം ബീവി ഗർഭം ധരിച്ച സമയത്ത് തന്നെ ഒരുപാട് ആക്ഷേപവും ദുരാരോപണവുമായി ആളുകൾ അവരെ പരിഹസിച്ചപ്പോ ആളുകളോട് ഞാൻ നോമ്പുകാരിയാണെന്നും മൗനവ്രതത്തിലുമാണെന്ന് അവര് പ്രതിവച്ചു. അപ്പോ ഈ റമദാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭയഭക്തിയും ഇല്ലായ്മ അനുഭവിക്കുന്നതിന്റെ വേദന അറിയലും ആരോഗ്യ സംരക്ഷണവുമെല്ലാം വ്രതത്തിന്റെ അടിസ്ഥാന പാഠമാണെങ്കിലും അതിനപ്പുറത്ത് ചില മൂല്യവിചാരങ്ങൾ കൂടി ലക്ഷ്യമിടുന്നു. അതായത് ക്ഷമയും ആർദ്രതയും സഹാനുഭൂതിയും നോമ്പ് വിശ്വാസിയെ പരിശീലിപ്പിക്കുന്നു. നമ്മൾ ഈ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് മാത്രം ഒരു വിശ്വാസിയുടെ വ്രതം പൂർത്തിയാവുന്നില്ല എന്ന് നബിവചനം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് തെറ്റായ വാക്കുകളോ പ്രവൃത്തികളോ ഉപേക്ഷിക്കാതെ ഭക്ഷണപാനീയങ്ങൾ മാത്രം നോമ്പ് അനുഷ്ഠിക്കുന്നവന്റെ വ്രതം അല്ലാഹു ആഗ്രഹിക്കുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ശരീരത്തിൽ നിന്നും ദുർമേധസ്സുകൾ നീങ്ങിപ്പോകുന്നത് പോലെ മനസ്സിൽ നിന്നും ദുഷ്ടചിന്തകളും ദുരാഗ്രഹങ്ങളും ഒഴിവായി ആരോഗ്യപൂർണവും സംശുദ്ധവുമായ മനസ്സും വ്രതത്തിലൂടെ വിശ്വാസി സ്വന്തമാക്കേണ്ടതുണ്ട്. അസൂയ, വിദ്വേഷം, പക തുടങ്ങിയവയിൽ നിന്നും വിശ്വാസിയുടെ ഹൃദയം വ്രതമുഖേന വിമലീകരിക്കപ്പെടണം. എത്ര വലിയ പാപമാണെങ്കിലും നമ്മൾ തീവ്രമായ മനസ്താപത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തെറ്റുകൾ പൊറുക്കപ്പെടും എന്നാണ് ഇസ്ലാമിക വീക്ഷണം. അത് പക്ഷേ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ ആ വ്യക്തി കൂടി കനിയേണ്ടതുണ്ട്. അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ പാപമായി അവശേഷിക്കുന്നുണ്ട്. ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്നൊരു സൂക്തം വിശുദ്ധ ഖുർആനിലുണ്ട്. ദൈവം ബഹുമാനിച്ച മനുഷ്യരുടെ സ്വത്തിനും ജീവനും അഭിമാനത്തിനും ക്ഷതമേൽപ്പിക്കാൻ കൊടിയ പാപമാണ്. മുസ്ലിങ്ങൾ പരിപാവനമായി കാണുന്ന വിശുദ്ധ കഅബയെ തകർക്കുന്നതിനേക്കാൾ വലിയ പാതകമായാണ് ഇതിലെ പ്രവാചക അധ്യാപനങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു എങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന പ്രവാചക വചനം നോമ്പുകാലത്തും അല്ലാത്ത സമയത്തും വിശ്വാസി ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട പാഠമാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമീറ, വളരെയധികം നന്ദി. എന്തായാലും നിങ്ങൾ വായിച്ച ആ രീതിയിലുള്ള കാര്യം ഇവിടെ പറഞ്ഞല്ലോ, വളരെയധികം നന്ദിയുണ്ട്. അടുത്തതായി ജാസ്മിൻ 38, അയൽക്കൂട്ടം നമ്പർ 38 ജാസ്മിൻ, വളരെയധികം മകരവോട് ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. റുക്സാനത്തെ ഞാൻ 38 കേട്ടോ, 36 ഷായിത്താന്റെ അയൽക്കൂട്ടം. 36. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതും ഇങ്ങനെ ഒരു സംഭവത്തിൽ പങ്കെടുക്കുന്നതും. അതുകൊണ്ട് ആദ്യമായിട്ട് കൾച്ചറൽ ഫോറത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു ക്ഷമാപണം, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഞാൻ വായിച്ച പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു മനുഷ്യൻ എന്ന കഥയാണ്. അപ്പൊ അതില് ചെറിയൊരു ഉള്ളടക്കം എന്ന് വെച്ചാല് ബഷീർ കഥ എന്താ പറയാ, അറിയാലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞുതരാം. ഇല്ല, സിമ്പിൾ ആയിട്ടാണ് ബഷീറിന് ഓരോ വാക്കുകൾ ഉണ്ടാവുക. ആ കഥയിൽ പറയുന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബഷീർ ഒരു തിരക്കുള്ള നഗരത്തിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അവിടുന്ന് ആരോ പോക്കറ്റ് അടിച്ചത് അറിയാണ്ട് ഭക്ഷണം കഴിച്ച് ബിൽ ചെയ്യാൻ വേണ്ടി പോന്നപ്പോഴത്തേക്ക് അയാൾക്ക് പൈസ ഇല്ല എന്നുള്ളതായി ഓണർ അറിയുന്നു. ബഷീറിനോട് മോശമായി പറയുന്നു, വളരെ മോശമായിട്ട്, എന്താ പറയാ, തന്തക്കും തള്ളക്കും എന്നെല്ലാം പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു ശൈലിയിൽ തന്നെ സംസാരിക്കുന്നു. അവിടെയുള്ള ചുറ്റുമുള്ള ആരും തന്നെ ബഷീറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ചെറിയൊരു ഉള്ളടക്കം. അങ്ങനെ ദൈവദൂതനെ പോലെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ബഷീറിനെ രക്ഷിക്കുന്നതാണ്. ബഷീറിനെ നഗ്നനാക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് ഈ ഓണർ വല്ലാണ്ട് മോശമായിട്ട് പറയുന്ന ഒരു കഥയാണുള്ളത്. അപ്പൊ ഇതിലത്തുള്ള ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഇതില്ല, ഈ ദൈവദൂതനെ പോലെ വന്നതെന്ന് പറഞ്ഞാൽ അയാളാണ് കള്ളൻ. അപ്പൊ നല്ല രസത്തിൽ ലാസ്റ്റ് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബഷീറിന് ഇതില് ഒരു ചെറിയൊരു ഇതെന്താന്ന് എന്താ പറയാ, ഉള്ളടക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരെയും മോശമായി കാണരുത്. കാരണം അയാൾക്ക് വേണമെങ്കിൽ അയാള് കള്ളനെന്ന് വിളിക്കരുത്. കാരണം കള്ളനെന്ന് വിളിക്കേണ്ടതും മോശക്കാരെന്ന് വിളിക്കേണ്ടതും ചുറ്റും കൂടി നിന്നിട്ട് ആരും ഒന്നും പറയാതെ നിൽക്കുന്ന ആൾക്കാരെ.
നമ്മളൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അലയെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ, ആ നമ്മളെ തന്നെയാണ് പറയുന്നത്. ചുറ്റുമുള്ള ആൾക്കാരെയാണ് മോശക്കാരെന്ന് വിളിക്കേണ്ടത്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ മുതലാളിയെ മോശക്കാരനെന്ന് വിളിക്കാം, പക്ഷെങ്കിൽ ആ കള്ളനെന്ന് വിളിക്കരുതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്റേതായ രീതിയിൽ എഴുതി വെച്ചതാണ്. ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്കൊരു പരിചയവുമില്ലാതെ ചിലർ നമ്മുടെ രക്ഷകന്മാരായി വരാറുണ്ട്. അവരെയാണ് എന്താ പറയാ, ബഷീറിന്റെ ഒരു ഭാഷയിൽ മനുഷ്യൻ എന്ന് വിളിക്കേണ്ടത്. കഥയിൽ മനുഷ്യനെ സഹായിക്കാൻ എത്തിയ മനുഷ്യനെ പോലെ പേരോ സ്ഥലമോ ഒന്നും തന്നെ പറയുന്നൊന്നുമില്ല, പക്ഷെങ്കിൽ അയാളൊരു ദൈവദൂതനെ പറയുന്നുള്ളൂ. അപ്പോ വേഷമോ രൂപമോ സംസാരമോ ജോലിയോ എല്ലാം ഒരാളെ മനുഷ്യന്റെ അളവ് പോലും നിശ്ചയിക്കുന്നത് മനുഷ്യന്റെ നിസ്സഹായത മനസ്സിലാക്കി, അതായത് ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, മനുഷ്യന്റെ നിസ്സഹായത മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് പെരുമാറാനുള്ള മനുഷ്യത്വം, അതാണ് മെയിൻ വേണ്ടത് എന്നുള്ളത് ഈ കഥയിലൂടെ ബഷീർ പറയാണ്. എന്താ പറയാ, മറ്റുള്ളവരൊന്നും കള്ളനൊന്നും വിളിക്കല്ല, ഈ മനുഷ്യത്വം കൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ ആ പേഴ്സ് കൊടുത്തിട്ട് കളയാം, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അയാൾ കൂട്ടിക്കൊണ്ടിട്ട് അയാൾ പറയുന്ന ഒരു ഇതുണ്ട്, നിങ്ങളെ പേഴ്സ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് എടുത്തോന്നുള്ളത്. അപ്പൊ അയാളെ സാഹചര്യം കള്ളനാക്കിയാലും അയാളുടെ ഉള്ളിലൊരു നല്ല മനുഷ്യത്വം ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും കള്ളനെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ആ ഒരു നമ്മളെ ജീവിതത്തിലും വേണ്ടുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെ വിലയെന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു രീതി ഉണ്ടല്ലോ, അതിനെ മാറ്റി നിർത്തി എന്താണെന്നുള്ള ആരെങ്കിലും ഇങ്ങനെ വല്ലാണ്ട് മോശമായിട്ട് അയാളെ എന്താ പറയാ, ബഷീറിന്റെ ഒരു വിശദീകരണത്തിൽ പറയുന്നത് വെച്ചാൽ ഷർട്ട് അയക്കാൻ പറയുന്നു, പാന്റ് അയക്കാൻ പറയുന്നു, അണ്ടർവെയർ വരെ അയക്കാൻ പറയുന്നവരാണ് മറ്റയാൾ ബ്ലോക്ക് ചെയ്യുന്നത്. അത്ര ആൾക്കാർ കൂടി നിന്നിട്ട് അയാളെ ഒരു മോശക്കാരനാക്കോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ അത്രയും എന്താ പറയാ, അതിക്രമം മുന്നിൽ കണ്ടിട്ടും അത്രയും ജനം ഒന്നിച്ചും ഒന്നും പറയാതെ നിന്ന് അവരാണ് മോശക്കാരെന്നാണ് ബഷീറിന്റെ ഒരു വാക്യം. മതില, താങ്ക് യു. വളരെ നല്ല ഭംഗി തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജാസ്മിൻ വായിച്ച പ്രകാരമുള്ള ഒരു അറിവ് നമുക്കും തന്ന്, ഇനിയും ജാസ്മിക്കും നമുക്കും എല്ലാവർക്കും ഇതുപോലെയുള്ള നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനും ജീവിതത്തിൽ പകർത്താനും പറ്റട്ടെ. എന്തായാലും നല്ലൊരു അറിവായി തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി ഇവിടെ എല്ലാ പരിപാടികളും അവസാനിച്ചിട്ടുണ്ട്. എന്താ പറയണ്ടേന്ന് അറിയില്ല. എല്ലാവരും വന്ന് ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളും വളരെ നല്ല ഭംഗിയായി 3 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അത് വളരെ നല്ല, ആദ്യമായിട്ട് പറയുന്നത് ആരെയും പറയൂല, അത്രയും നല്ല ഭംഗി തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി. ഇന്ന് എടുത്ത് കൂട്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൽ. കാരണം ഇനിയും ഞാൻ കൂടുതൽ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തുകൊണ്ട് നിങ്ങളെ ആ ഒരു കഴിവിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇതിനു വേണ്ടി ഇവിടെ ആദ്യമായി സ്വാഗതം പറഞ്ഞ നമ്മുടെ കോർ ടീം അംഗമായ ഷർമിന കോർഡിനേറ്ററാണ്. അവർക്ക് ആദ്യമായി ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സംഗമ കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഈ അവതരണത്തിനുള്ള അവലോകനം വളരെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു തന്ന ഖദീജ ബീബി, അവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതിൽ ഈ സംഗമത്തിന്റെ നമ്മുടെ കൾച്ചറൽ ഫോറത്തിന്റെ മുഴുവൻ അംഗങ്ങൾക്കും, ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും, എല്ലാ തിരക്കിന്റെ ഇടയിലും ഈ പരിപാടിയിൽ വീക്ഷിച്ച മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ പേരിലും സംഗമം അയൽക്കൂട്ടായ്മ പേരിലും കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സമാപിച്ചതായി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.